ഇന്നിപ്പോൾ അതുപോലത്തെ നാടൻ പലഹാരങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് വെറൈറ്റി ഒന്ന് മാറ്റി പിടിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ഒരു സാൻഡ്വിച്ച് മോഡലിൽ വെജ് സാൻഡ്വിച്ച് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ബ്രെഡ് വേണം, കുക്കുമ്പർ ഉണ്ടായിരുന്നു, തക്കാളി ഉണ്ടായിരുന്നു, ഒരു ചീസി മയോണൈസ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കുന്നുണ്ട്. അതിനകത്ത് ബ്രെഡ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. ബ്രെഡ് ചൂടാക്കാതെയും യൂസ് ചെയ്യാം, പക്ഷേ ഞങ്ങൾക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം കുക്കുമ്പർ നമ്മൾ റൗണ്ടിൽ നമ്മൾ കണ്ണിലേക്ക് വെക്കുന്ന ഷേപ്പിൽ റൗണ്ടിലധികം കട്ടിയില്ലാതെ ഒരുപാട് തിക്നെസ് ഇല്ലാതെ നൈസായിട്ട് അരിഞ്ഞെടുക്കുന്നുണ്ട്. അതിനുശേഷം അതുപോലെ തന്നെ തക്കാളി നമ്മൾ അരിഞ്ഞെടുക്കുന്നുണ്ട്. നമ്മളിതിനു വേണ്ടി യൂസ് ചെയ്യുന്നത് വെജ് മയോണൈസാണ്. അത് മാത്രമല്ല അത് ചീസിയാണ്. അപ്പോൾ എക്സ്ട്രാ ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മൾ ടോസ്റ്റ് ചെയ്ത ബ്രെഡ്, ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ടുള്ളൂ കേട്ടോ, ഒരുപാട് ടോസ്റ്റ് ചെയ്ത് ബ്ലാക്ക് കളറൊന്നും ആക്കിയിട്ടില്ല. അപ്പോൾ അതിനകത്തൊക്കെ നമ്മൾ മയോണൈസ് തേച്ച് കൊടുക്കുന്നുണ്ട്. അത് സ്പൂൺ കൊണ്ട് നല്ലതുപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം 2 കഷ്ണം കുക്കുമ്പർ, 2 പീസ് തക്കാളിയും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കയ്യിൽ വേറെ വെജിറ്റബിൾസ് ഒന്നും ക്യാരറ്റ്, ക്യാബേജ് അങ്ങനൊന്നും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഉള്ളത് വെച്ചിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. എന്തൊക്കെ വന്നാലും ടേസ്റ്റ് അപാരമായിരുന്നു കേട്ടോ. അതിൻ്റെ പറയാൻ പറ്റാത്തത്ര നല്ല ടേസ്റ്റ് ആയിരുന്നു. അത് മയോണൈസിൻ്റെ പ്രത്യേകതയാണ്. ഒരു സാൻഡ്വിച്ചിൻ്റെ ബർഗറിനകത്തൊക്കെ ഇരിക്കുന്ന അതേ ഒരു ടേസ്റ്റായിരുന്നു കേട്ടോ അതിന്. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എല്ലാം റെഡിയാക്കി എടുക്കാം. എല്ലാ ദിവസവും നമ്മൾ ഈ ഈവനിങ് സ്നാക്സ് സമയത്ത് എണ്ണ പലഹാരങ്ങളും ഇത് സെയിം സാധനങ്ങളല്ലേ കഴിക്കുക. അപ്പോൾ കുട്ടികൾക്കായാലും ഒന്ന് ബോറടിക്കും. അപ്പോൾ ഒന്ന് മാറ്റി ചിന്തിച്ചേക്കാന്ന് വെച്ചു. ഇങ്ങനത്തെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർക്ക് ഒരുപാട് ഇഷ്ടമാണ്. പക്ഷെ നമുക്ക് എന്നും കൊടുക്കാനൊന്നും പറ്റില്ല. ഒരുപാട് ഹെൽത്തി ഒന്നും അല്ലെങ്കിലും നമുക്ക് കഴിക്കാവുന്നതാണല്ലോ. അങ്ങനെ ഞാൻ ഫോട്ടോ എടുക്കാൻ വേണ്ടി വെച്ചപ്പോൾ ഇക്കാതെന്ന് പറഞ്ഞാൽ എടുത്തിട്ട് പോയിട്ടോ. അപ്പം ഞാൻ എന്തായാലും ഞാനും എടുത്തവരെണ്ണം കടിച്ച് നോക്കി. പിന്നെ ഞാൻ വിചാരിച്ചു വീഡിയോ കൂടി എടുത്തേക്കാന്ന് വെച്ചിട്ട് കടിച്ചെടുക്കുന്നുണ്ട്. അതിലൊരു സൈഡ് കുക്കുമ്പർ, ഒരു സൈഡ് ടൊമാറ്റോ ആണ് കേട്ടോ. എന്തൊക്കെ വന്നാലും അതിൻ്റെ ടേസ്റ്റ് പറയാൻ പറ്റില്ല. നമുക്ക് പറ്റുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്ക് ഇതുപോലെ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കി കൊടുക്കുക. ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കാമല്ലോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.